അത് യുദ്ധമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. നമ്മൾ 2 തിമോത്തി 2:1-3 വരെ ഈശോയുടെ പടയാളികൾ. അത് പടയാളികൾക്ക് കൃപയില്ലെങ്കിലും നല്ല പറയുന്നു, പടയാളികളിൽ നിന്ന് മറ്റോ പോകും. നമ്മൾ പകരത്തിലാണ് എപ്പോഴും സാറിൽ ഏത് ഭരണത്താണ് നാം നിൽക്കുന്നത്? ഭരണത്താണ് പറയുന്നത് 10 തൊട്ട് 20 വരെ ഭരണത്തിൽ നാം വിശ്വസിക്കുകയാണ് ഓരോരുത്തരും. ഉണ്ടോ? വിശ്വാസം പിന്നെ എന്തൊക്കെയാണ്? അത് വല്ലാത്ത പഠിക്കണം. വല്ലാത്ത പഠിച്ചാൽ ഓരോരോ കവചം ഈ വചനമാണെന്നതാണ് ജ്ഞാനം 5:19 വിശുദ്ധിയാണ്. വിശുദ്ധിയുടെ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ബുദ്ധിശക്തിയും ഭരണമൊന്നും കർത്താവ് പ്രവർത്തിക്കില്ല. എല്ലാം കർത്താവിന്റെ വിശുദ്ധിയാണ്. അതാണ് വിശുദ്ധീകരണവും അവസാനം നിത്യജീവൻ എന്ന റോമാ 22. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ലോകം പറഞ്ഞതാണ് പിതാവിനെയും അങ്ങ് അയച്ച യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹൻ 8:19. നിങ്ങൾ എന്നെ അറിയുന്നില്ല, ഇതിനാരെ അറിയുന്നില്ല, എന്റെ പിതാവിനെ അറിയുന്നില്ല, എന്നെ അറിഞ്ഞാൽ എന്റെ പിതാവിനെ അറിയും. എന്തുകൊണ്ടാണ് ഈ ദൈവം തിരിച്ചു വരുന്നത്? വിശുദ്ധിക്കുറി മാത്രമേ ഉള്ളൂ. 4 വർഷം പ്രയത്നം കർത്താവിന് വേണ്ട ആ അപാര ബന്ധം. ഈ പ്രയത്നം കൊണ്ടാണ് ജ്ഞാനം വരുന്നത്. 2 തിമോത്തി 3:15 വർണ്ണത്തില് എന്താവും വായിക്കണം. വലിയ വചനമാണ് 2 തിമോത്തി 3:16 കൂടി ശക്തനായ നിങ്ങൾ വരാം. കർത്താവിന്റെ കൃപയില് നമുക്കൊന്നും സാധിക്കില്ല. ഈശ്വരലേക്ക് ഒരു അക്ഷരം സാധിക്കില്ല. പുറത്താണെങ്കിൽ പുറത്താനിരിക്കും. നാട്ടിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ അതുമായിട്ടിരിക്കും. ധൈര്യമുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഒന്ന് വളരെ പക്ഷം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പാലിക്കുന്നതിന് എന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിരിക്കുന്നതാണല്ലോ. വിശുദ്ധലിഖിതം എല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിലും ശാസ്ത്രത്തിലും നെറ്റുനിധികളും നീതിയുള്ള പരിശീലനത്തിലും ഉപയോഗിക്കുന്നു. ഇതുവഴി ദൈവഭക്തരായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തമാവുകയും ചെയ്യുന്നു. ഇതാണ് അദ്ദേഹത്തെ കാണുന്നത്. ലൂക്കാ 2:19 മഞ്ഞുമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. 59 വാക്യത്തിൽ ഇതോടെയാണ് ആ വിശുദ്ധരെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. ഹൃദയത്തിലാണ് സംഗ്രഹിച്ച് വരുമ്പോൾ ജീവജലം ഒതുക്കി പോകണം. പിന്നെ 37-39 വേണം. പിന്നെ നിങ്ങളവിടെ പ്രവർത്തിക്കുന്ന കൃപയാണ്. വ്യക്തിയെല്ലാം നോക്കാനിക്കും കൃപയാണ് പിന്നെ പ്രവർത്തനം. അപ്പോൾ എല്ലാം കാണുന്ന ആത്മാവിലായിരിക്കും. അവിടെ ഭക്ഷണം കൂടി എന്തിനായിരിക്കും? ഭക്ഷണത്തിൽ മത്സ്യങ്ങളൊക്കെ കിട്ടും. അപ്പം അത് ദൈവം അവിടെ തിരുവുള്ളത്. അതാണ് കൃത്യസമയത്ത് മണ്ണൊക്കെ നമുക്ക് കിട്ടിയത്. കേട്ടോ, നമ്മളൊക്കെ ഒക്കെ മറന്നു പോകും. കൃപവത്തായിരുന്നാൽ അത് കുറച്ച് എനിക്ക് കുറെ സമയം എടുക്കും. ഓൺലൈൻ പ്രോസസ്സാണ് ഇതൊക്കെ. തീഷ്ണതയാണ് നിങ്ങൾ ഉദ്ദേശിപ്പിക്കുന്നത്. പിന്നെ തീഷ്ണത 2 കൊരിന്ത്യർ 5:14-20 വലിയൊരു വചനമാണ്. പുതിയ സൃഷ്ടിയായിരുന്നു യേശുക്രിസ്തു വരണം. പഴയെല്ലാം പോയി, പഴയതെല്ലാം പാവങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു കഴിയുന്നത്. അത്ര കാരുണ്യമാണ്. കണ്ടോ, സംഗീത 140 8 വാക്യത്തില് കാരുണ്യമാണ് നമ്മളോട് ചെയ്യുന്നത്. എന്ത് കാരുണ്യമാണ്! നമ്മുടെ പ്രവേശനം അല്ല ദൃശ്യമാണ്. 1 രാജാക്കന്മാർ 19 10-11 വാക്യത്തില് ആളിന്റെ വിശ്വരണം ഭാരത്ത് 4:28-29 പറയുന്നത് വിശ്വരണം വേണം. ലൂക്കാ 16:16 ഇതിന്റെ കാരണം എന്ന് പറയുന്നത് സൗഖ്യപ്പെടുത്തുകയാണ്. അത് ഭാരത്തൊന്നുമല്ല. പിന്നെ നമ്മളെ തന്നെ എളിമപ്പെടുത്തുക. എളിമയാണ്. അതാണ് എളിമത്തെങ്കിലും ഇവിടെ ചെയ്യാൻ 53 വാക്യത്തിൽ വരുന്നത്. എന്താ 7 കൊല്ലാണ്ട് പോകുന്ന കുഞ്ഞാടെ നിന്ന് കൊടുക്കണം. അതിനെ അങ്ങോട്ട് കൊടുക്കും. ഒന്നിങ്ങോട്ട് വന്ന് 2 അങ്ങോട്ട് കൊടുക്കുന്നു. കൃപയൊന്നും ഉപയോഗപ്പെടുത്തിയിരുന്നു. അതെല്ലാം നമ്മളെ ചെയ്ത് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കും. അത് ദൈവം തന്നെ നമ്മളെ പഠിപ്പിച്ചു. ഈശോ എല്ലാം നിങ്ങളെ പഠിപ്പിച്ചു. ആര് പറയാൻ നടക്കുന്ന യോഹന്നാൻ 14:21 നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അത് രാത്രി അത്യാവശ്യം പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ വരേക്കുണ്ടാവും. അതിന് സന്തോഷമാണ്. കാരണം അത്താഴത്തെ കുതിച്ചാക്കണം. പെരുമാറുന്നൊക്കെ 8 മണിക്ക് വന്നത്, മംഗളാപുരത്ത് 8 മണിക്ക് വന്നത്, അച്ഛൻ്റെ കട്ടനാട് പോകും. അതാണ് 2 മണിക്ക് എന്തെങ്കിലും തിരിച്ചാണ്. മറ്റൊരു നല്ല കൂട്ടം കളിച്ച് അവിടെ ഉറങ്ങിക്കൊണ്ട് അവനെ വെച്ചിരിക്കുന്ന നേരം അവനാണ് തീറ്റി കുടി എല്ലാം. റോമ 14
അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മാവിന്റെ സന്തോഷം നടന്ന് തോന്നും. മറ്റൊരു തോന്നുന്നില്ല. അവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ മത്തായി 25:29, മാർക്കോസ് 4:25, ലൂക്ക 22:26, മത്തായി 13:13 വാക്യത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ അതൊരു സ്ഥാനത്ത് കൊടുക്കും, മറ്റൊരാൾ പിന്നെ താഴത്ത് പോകും. ദൈവത്തിന്റെ പ്രക്രിയയാണ്. അവർ സ്വന്തം മനസ്സോട് ചെയ്യുന്ന ദൈവം ദാനം തരുന്നത്. രണ്ട് പറയുന്ന സ്വന്തം 6 പേർക്ക് 13 അത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് അത് കൃപയിൽ വരുമ്പോൾ നിങ്ങൾ തന്നെ സാധാരണ തിരിച്ചു വന്ന് നിങ്ങൾ വിളിക്കേണ്ടത്. ഇതാണ് എന്റെ കാര്യം. വിളിച്ചോളും, കുട്ടികളിലേക്ക് മറ്റൊന്നരെ കിടന്നും ഇത് ഒഴിവാണ്. ഈ അരികളെല്ലാം നിശ്ചിതനും ജലം കൃപ വേണം. ഇതുകൊണ്ടാണ് ഈ 1 Corinthians 12 4 പേർക്ക് സ്ഥാനങ്ങളുള്ള സ്ഥലത്തുനിന്ന് വരങ്ങൾക്ക് വേണ്ടി ദാഹിക്കണം. അതാണ് പറയേണ്ട വിശ്വാസമാണ്. 1 Corinthians 12:9 വിശ്വാസമാണ് ആദ്യം. ആ ഏബ്രഹാം വിശ്വസ്തത ഒന്ന് കണ്ണപ്പെട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണല്ല, തിരക്കാണ്. ബൈബിളെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. പിന്നെ നടക്കും പരമാത്മീയ നടന്നത്. അത് അവസാനമാണ് യക്ഷണമെന്ന് നമുക്ക് താമസിക്കും. നേരത്തെ ഒരു വേഗം എത്തിച്ചു പഠിച്ചോളണം വിശ്വസിക്കും. പക്ഷെ പിന്നെ വന്നപ്പോഴുടെ വിളി എന്ത് അസ്ഥാനമായ വിളിയാണ്. ന്റെ കർത്താവിന്റെ പശുക്കാരിയെ വിളിക്കാൻ ദൈവത്തെ സ്തുതിക്കാണ്. വലിയ സ്തുതിപ്പാണ്. എന്റെ കർത്താവയുടെ ദൈവത്തെ പ്രയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ബുദ്ധിയിലായി പോകുന്നത് കേട്ടോ. ഈ ബുദ്ധിയില് ഈ ലോകത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ 1 Corinthians 13 മാത്രം ഒന്ന് പഠിച്ചെങ്കിലും വേറെ ഒന്നും വേണ്ട. യാതൊന്നും പഠിക്കണ്ട. അത് പഠിച്ചിട്ട് ധ്യാനിച്ചാൽ മതി. സ്നേഹം വരും. ഒരു യാത്രയും പഠിക്കണ്ട. ഒന്നിന്റെ പുറകെ ഓടുന്ന സ്നേഹം. ആ സ്നേഹം വരുത്തലാണ് 1 യോഹന്നാൻ 4 12 മനസ്സിൽ വെക്കണം. ആ ദൈവസ്നേഹം നിങ്ങൾ ജയിക്കുന്നത്. ആ ദൈവസ്നേഹം വരുന്നതാണ് നിങ്ങളുടെ വിശ്വാസം. 12 പറയാറ് ഓരോരുത്തർ ഇങ്ങനെ മാറി കാണിക്കണ്ട. എന്റെ വിശ്വാസം അനുസരിച്ച് എന്റെ പ്രകടനമോ ദൈവമാണ് പ്രകടനത്. ഹൃദയം പരിശോധിക്കുന്നതാണ് യേശു. 1 Thessalonians 2:4 നിന്നെ യോഗ്യമായി ചെയ്തെടുക്കുന്ന കർത്താവാണ്. കർത്താവാണ് എന്റെ ഹൃദയം പരിശോധിക്കുന്നത്. ഹൃദയം പരിശോധിച്ച് നീ യോഗ്യനായി ഇതേ അറിയുന്നത് ഈശ്വരൻ ചെയ്യുന്നത്. അവനെയാണ് നീ ഭാരമേൽപ്പിക്കുന്നത്. നിന്റെ വിശ്വസ്തതയാണ് ഏറ്റവും വലിയ വിശ്വസ്തരെ മാത്രം. പറയുന്ന സമയം വിശ്വസ്തതയാണ് ഈശ്വരൻ. അതാണ് ആ വിശ്വസ്തനായി മാറണം. അത് വിശ്വാസത്തിൽ പോയി നേരുള്ളത് കണ്ടോ. എബ്രഹാം വിശ്വസിച്ച്, യാക്കോബ് വിശ്വസിച്ച്, പൗലോസ് വിശ്വസിച്ച്, പത്രോസ് വിശ്വസിച്ച്, യോഹന്നാൻ വിശ്വസിച്ച്, എല്ലാ വിശുദ്ധരും വിശ്വസിച്ച്. നമുക്ക് മാത്രം ഇപ്പോൾ ചോദ്യമാണ് ഈ 21 എങ്ങനെ വിശ്വസിച്ച് ബുദ്ധി പോകുന്നുണ്ടോ? അത് പൗലോസ് പറയുന്ന 2000 കിട്ടുന്ന പോലെ ഇപ്പോഴുള്ള പറ്റുമാണ്. ഉണ്ടോ? പല വിധത്തിലുള്ള ചിന്തകളാണ്. കാരണം മാനുഷ്യമാണ്. ദൈവരാജ്യം മാനുഷ്യമല്ല. മാറ്റമൊന്നുമില്ല. അന്ന് നിന്നും എബ്രായർ 13 ദൈവം അന്ന് നിന്നും ഒരാളാണ്, രണ്ടല്ല, ഒരൊറ്റാളാണ് ദൈവം ഈശോ. ആ ഈശോ 14 വായിച്ചത്. എന്നാൽ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. അപ്പൊ ഈശോ ആർക്കെ പോലെയാണ്, സകലത്തെ പോലെയാണ്. ദൈവം നമ്മുടെ ആത്മാവിനെ അവതരിപ്പിക്കാൻ യാക്കോബ് 4 വിശ്വാസം അവതരിച്ചിരിക്കുന്നു. ദൈവം ആ സൂര്യയോടെയാണ് അവതരിച്ചിരിക്കുന്നത്. അതേ ആത്മാവിനെ കർത്താവ് അവതരിച്ചിരിക്കുന്നത്. നമുക്ക് പറഞ്ഞ അതേ കളർ കൂടുതൽ വരണം. അത് വരണമെങ്കിൽ ദൈവരാജ്യമാണെങ്കിൽ ആദ്യം കുഞ്ഞിനായ മനസ്സാക്കി പറഞ്ഞിട്ടില്ല. തനിച്ചുള്ള മനസ്സില് ഈശോ ഒരു കുഞ്ഞിനെ വിളിച്ച് ചോദ്യത്തിൽ കാണിച്ചു. നിങ്ങൾ ഇതുപോലെ മനസ്സാന്തരപ്പെട്ടുള്ള 4 ഏറ്റവും വലിയവരാണ് ചെറിയവനായി വരണം. ഇതാണ് എളിമയിൽ കൂടിയാണ്. ഇത് അനേകം അറിഞ്ഞുകൂടാ. എളിമ അതുകൊണ്ടാണ് ഈശോ ഏറ്റവും വലിയ നമുക്കൊരു കാണിച്ചുകൊണ്ടിരിക്കുന്നു. യോഹന്നാൻ 13 1-15 മനസ്സിൽ വായിക്കാമാവും. അതിൽ പ്രധാനം 8, 12, 14 ആ 10 വയസ്സിലെ എല്ലാ ശിഷ്യന്മാരുടെയും കാലുകളിൽ വിശ്വാസം ഉൾപ്പെടെ എന്നിട്ട് പറഞ്ഞാണ് പത്രോസേ, ഞാൻ ചെയ്യുന്നത് നീ ചെയ്തില്ലെങ്കിൽ പങ്കില്ല. എളിമ കാണിച്ചു. കാലി വഴി തടച്ചു.
ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് ദശാതിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിലയാവിന്റെ പുത്രനായ യൂദാസ്കറിയാത്തവരുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ ശ്രമിച്ചു. പിതാവ് സകലവും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുമെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു പറഞ്ഞു. അത്താഴത്തിനിടെ അവർ എഴുന്നേറ്റ് മേലേക്ക് മാറ്റി ഒരു സുവാലെടുത്ത് അടയിൽ കെട്ടി. അനന്തരം ഒരു താരത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അടയിൽ ചുറ്റിയിരുന്ന സുവാലം കൊണ്ട് ഉണക്കുവാനും തുടങ്ങി. അവർ ശിമയോൻ പത്രോസിനെ അടുത്തെത്തി. പത്രോസ് അവരോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ കാല് പഠിച്ച്